എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ ലോങ് വീഡിയോന്റെ ഇൻട്രോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ നമുക്ക് നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോ വരാൻ പോവാണ്. അപ്പോ ഇവിടെ നാഷണൽ ഹോളിഡേ വന്നു 2 ദിവസത്തേക്ക് ആയിട്ട്. അപ്പൊ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി നമ്മളൊന്ന് ചില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പോ ആ സമയത്ത് എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ഒരു 6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു വീഡിയോ ആണ്. അപ്പൊ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയണം കേട്ടോ. ഇനി എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് വെച്ചാലും അതും കൂടെ പറയണം. ഷോർട്സ് ഒക്കെ എല്ലാവരും വാച്ച് ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കാണും, അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ കുറച്ച് പേര് അത് അൺസബ്സ്ക്രൈബ് ചെയ്യണ കാണാം. എന്താ കാര്യം എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അത്ര എഫോർട്ട് ഇട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത്. ഞാൻ അങ്ങനെ വെറുതെ അപ്ലോഡ് ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഔട്ട്പുട്ട് നന്നാവണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി മെനക്കെട്ടിട്ടായാലും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇത്തിരി സമയം എടുത്തിട്ടാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഈ പെടാതിരിക്കുന്നത്, പിന്നെ ഞാൻ എന്താണ് എന്റെ കൂടുതൽ നന്നാക്കേണ്ടത്, എന്ത് കാര്യത്തിലാണ് ഞാൻ എന്റെ വീഡിയോന്റെ ക്രിയേറ്റിവിറ്റി കൂട്ടേണ്ടത് എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങാം. ഇന്ന് UAE നാഷണൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവധിയാണ് ഇവിടെ എല്ലാവർക്കും. അപ്പോൾ പുറത്തു പോയിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണാം, കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എല്ലാവരും ഓരോരോ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഒരിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് എപ്പോഴെങ്കിലും ഇതൊന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാ നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം നടത്തി തരും എന്നാണല്ലോ പറയാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നമുക്കത് ആഗ്രഹിച്ച സാധനം നടത്തി തരും എന്നാണ് പറയാം. അങ്ങനെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിലൊരു കാര്യമാണിത്. ഒരു വർഷത്തില് 1-2 തവണയൊക്കെ നമ്മൾ പുറത്തു പോണത് നല്ലതാണ്. എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും നമ്മുടെ ഫാമിലിനെ കൊണ്ട് ഒന്ന് പുറത്തു പോകണം കേട്ടോ. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. പറഞ്ഞ് നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്തി ഇത് ഒരു എന്താ പറയാ, ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ വിശ്വസിച്ച് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത്രയും രസമായിട്ടാണ് അവര് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ കാടും മേടും അതൊക്കെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ പട്ടണത്തിലെ കുറെ കാഴ്ചകൾ കാണുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് പോകണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക വയനാട്, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ എനിക്ക് പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ്. ഇത് UAE അറ്റവും ഒമാന്റെ ഒരു ഭാഗമായിട്ടൊരു സ്ഥലമാണ്. ഇതിന്റെ പേര് മദ എന്നാണ്. മദയിലൊരു ഫാമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാണാനായിട്ട്. ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് കൃഷികളും പിന്നെ ഈ അതിന്റെ ഉടമസ്ഥന്, അതായത് അതിന് സ്ഥലം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് വന്ന് താമസിക്കാനും അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവരുടെ ലിഷർ ടൈമിനൊക്കെ അവർ ഫാമിലി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയാ, പൊന്നു വിളയിക്കാന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ. ഈ മരുഭൂമിയിൽ പൊന്നു വിളഞ്ഞൊരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് അവർ എങ്ങനെയാണ് ഇത്ര ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു മണ്ണാക്കി മാറ്റിയത് നമുക്ക് അതിശയം തോന്നും. ഇപ്പൊ ഞങ്ങള് ഇവിടെ വന്നിരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഫാം ഹൗസിന്റെ ഉള്ളില് ഒരു ചെറിയ സ്റ്റേ. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് പറയുന്നത് മജ്‌ലീസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ കുറെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു വേദിനെയാണ് മജ്‌ലീസ് എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലും ഒക്കെ ഞങ്ങൾ ഇവിടെ ചെയ്തു കേട്ടോ. ഇതിന്റെ ഓണർ അവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയതും ഭക്ഷണം കഴിക്കലൊക്കെ ചെയ്തത് കേട്ടോ. അതിനുശേഷം പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങളൊരു 10-12 പേര് കൂടിയാണ് പോയത്. പക്ഷെ മറ്റുള്ളവരുടെ ഒന്നും അനുവാദമില്ല, നമ്മൾ അവരെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടൊന്നും ആരെയും എടുത്തിട്ടില്ല, ഭക്ഷണം കഴിക്കുന്നത് എടുത്തിട്ടില്ല. ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അമേസിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പനയുടെ ഓലയുടെ ആ തണ്ടില് ആ ഭാഗം വെച്ചിട്ടാണ് അവർ മേഞ്ഞിരിക്കുന്നത് തന്നെ. പിന്നെ ഒരു എസ്തെറ്റിക് ക്രിയേഷന് വേണ്ടിയിട്ട് അവര് കുറെ ഇങ്ങനെ റാന്തൽ വിളക്കും പിന്നെ കൊട്ടയും പിന്നെ ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നല്ല രസമുള്ള ഒരു
ക്ലോക്കും ഒക്കെ തൂക്കിയിട്ടിട്ട് നല്ല രസമായിട്ട് അതിന് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് ഒരു ചെറിയൊരു ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയുടെ ഉള്ളിൽ അറബിക് ബുക്കാണ് കൂടുതലും, പക്ഷെ നല്ല രസമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തോട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. വാഴയൊക്കെ ഉണ്ടായി നിൽക്കണ കണ്ടു കഴിഞ്ഞാലേ ഇലകളൊക്കെ അത്രയും ഫ്രഷ് ആയിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത്. പിന്നെ എന്താ പറയാ, നമ്മുടെ ഈത്തപ്പഴം, അത് ഈത്തപ്പഴം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കാണാൻ പറ്റിയില്ല. പക്ഷെ നാരങ്ങ, ചെറുനാരങ്ങ, ബബ്ലൂസ് നാരങ്ങ, എന്താ പറയുക, ഗണപതി നാരങ്ങ, മാവ്, പപ്പായ, അങ്ങനെ ഒരു വെറൈറ്റി ഓഫ് ചെടികളുടെ ഒരു ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയാ, ഈ വാഴ കൂടുതലും എനിക്ക് തോന്നിയത് ചെങ്കദളിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ റോബസ്റ്റ പഴം അതുമാണ് കൂടുതൽ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അവര് ഈ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അവര് വെള്ളം എന്താ പറയുക, മരുഭൂമിയുടെ ഉള്ളിൽ ഒരു കിണർ പോലെ കുഴിച്ചിട്ട്, എനിക്ക് തോന്നുന്നത് അത് മറ്റേ ബോർവെൽ അടിച്ചേക്കാന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് വെള്ളം ശേഖരിച്ച് ചെറിയ ടാങ്കുകളിലേക്ക് ആക്കിയിട്ട് അതിനുശേഷം നമ്മൾ ആണി വിട്ടാന്ന് പറയില്ലേ, പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കൃഷി ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ വഴി വെട്ടിയിട്ട് ഇങ്ങനെ നനയ്ക്കണത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു. ശരിക്കും നല്ല രസമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടവര്. പിന്നെ അവർ പ്രത്യേകം ഓരോ ചെടികളിലും എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ചെടിക്ക് മരുന്നടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു സാധനങ്ങളും നമ്മൾ തൊടരുത്, നമ്മൾ പ്രാണികൾ എടുക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് വെച്ചിട്ടുണ്ടെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതിൽ നിന്നൊന്നും സാധനങ്ങൾ പറിക്കുകയോ എടുക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. അത് നമ്മളത് നശിപ്പിക്കുന്നതിനും പിന്നെ അത് വിഷം അടിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാലും അത് പറിക്കാതിരിക്കുക നല്ലത്. ഞങ്ങളുടെ ആർത്തിമൂത്തിട്ട് ഞങ്ങൾക്ക് കുറച്ചൊരു നാരകത്തിന്റെ ചെടി ഒന്ന് കുലിക്കുമ്പോൾ നിറയെ നാരങ്ങ വീണുണ്ടായിരുന്നു. നാരങ്ങ വെച്ചാൽ മറ്റേ മാൻഡറിൻ ഓറഞ്ച് ആണത്. പക്ഷെ ഭയങ്കര പുളിയാണ്, ക്ലൈമറ്റിന്റെ ചേഞ്ച് കൊണ്ടായിരിക്കാം ഭയങ്കര പുളിയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചെറിയ ചെറിയ കനാലുകൾ കോരിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടത്തി വിട്ടിട്ടാണ് ഓരോ ചെടിയിലും തടത്തിലേക്ക് നനയ്ക്കുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോ നമ്മുടെ ഇവിടെ ദുബായിലെ കോർപ്പറേഷൻ ഏരിയയിലൊക്കെ അവർ സ്പ്രിംഗ്ലിംഗ് ആണ് ചെയ്യണത്. ചെറിയ ഒരു പൈപ്പ് പോലെ ഇട്ടിട്ട് അതിൽ കൂടെ നനയ്ക്കുകയാണ് ലിഫ്റ്റ് കുഞ്ഞ് കുഞ്ഞ് ഡോട്ട്സ് ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ നനയ്ക്കില്ലേ, അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ ഇവിടെ കുറെ അവര് എന്താണ് ഇതുപോലെ മജ്ലിസ് പോലെ ഇങ്ങനെ താമസിക്കാനായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഒരു സ്റ്റേ ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ലോക്ക്ഡ് ആയിരുന്നു കേട്ടോ ഇതൊക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കയറി കാണാനൊന്നും പറ്റിയില്ല. പിന്നെ അവർ നല്ല അപ്പൊ നമ്മുടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോണത് ഒരു ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ പഴയ വീടിന്റെ ലോക്കൊക്കെയാണ് ഭംഗിയായിട്ടൊരു സ്ഥലം അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ കഴിഞ്ഞ ആളുള്ളൂ കേട്ടോ. അവർക്ക് ടൂറിസം വേണം, ആൾക്കാരെ അട്രാക്ട് ചെയ്യണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതൊന്നും ഇരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിലപ്പെട്ട കമന്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.